അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 23 അധ്യായം 26 വാക്യം നമുക്ക് വായിക്കാം. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിൻ്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈ സൺ, പേ ക്ലോസ് അറ്റൻഷൻ ആൻഡ് ഗ്ലാഡ്ലി ഫോളോ മൈ എക്സാമ്പിൾ എന്നാണ്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇതേ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈ സൺ, ഗിവ് മീ യുവർ ഹാർട്ട് ആൻഡ് ലെറ്റ് യുവർ ഐസ് ഒബ്സർവ് മൈ വേസ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ സദൃശവാക്യം 23 അധ്യായം 26 വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, മകനെ, എൻ്റെ വാക്കുകൾക്ക് നീ ശ്രദ്ധ കൊടുത്ത് ഞാൻ പറയുന്ന പാതയിൽ കൂടി നടക്കുന്നതിൽ നീ ആനന്ദം കണ്ടെത്തുക എന്നാണ്. സദൃശവാക്യങ്ങൾ 23 അധ്യായത്തിൽ അനേകം കാര്യങ്ങൾ നാം അനുസരിക്കേണ്ടതിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അല്പമായി നമുക്ക് പരിശോധിക്കാം. സദൃശവാക്യങ്ങൾ 23 അധ്യായം 4 വാക്യത്തിൽ ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ് ടു ദ റിച്ച്, സറണ്ടർ യുവർ സെൽഫ് അംബിഷൻ ആൻഡ് ഇവാലുവേറ്റ് ദം പ്രോപ്പർലി എന്നാണ്. DPT ബൈബിൾ വേർഷനിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മെ ധനവാന്മാരുമായി താരതമ്യം ചെയ്യരുത്, ദ്രവ്യാഗ്രഹം ഉപേക്ഷിച്ച് ധനവാന്മാരെ ശരിയായി വിലയിരുത്തുക എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഈ വാക്കുകൾക്ക് നാം ശ്രദ്ധ കൊടുത്ത് ഈ വാക്കുപോലെ നാം സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം. ഇവിടെ നാം കേട്ട ധനവാന്മാർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉപജീവനത്തിനായി അധ്വാനിച്ച് ജീവിക്കുകയും സ്വന്തം ഭാവിക്കും കുഞ്ഞുങ്ങൾക്കും ആവശ്യത്തിന് സമ്പാദിച്ച് വെക്കുന്നതുമായ വ്യക്തികളെ അല്ല, മറിച്ച് കള്ളനാവുകൊണ്ട് പണമുണ്ടാക്കുന്നവരും കൈക്കൂലി മേടിക്കുന്നവരും മന്നിൻ്റെ മുതൽ അപഹരിച്ച് സ്വത്ത് സ്വരൂപിക്കുന്നവരുമാണ് ഇവിടുത്തെ ധനവാന്മാർ എന്ന വാക്കിനർത്ഥം. അതുകൊണ്ടാണ് സദൃശവാക്യം 23 അധ്യായം 4 വാക്യത്തിലെ ഇംഗ്ലീഷ് തർജ്ജമയിൽ ധനവാന്മാരെ ശരിയായി വിലയിരുത്തുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവരുടെ അധ്വാനം എന്നത് തന്ത്രത്തിൽ കൂടി പണമുണ്ടാക്കുന്നതാണ്. സദൃശവാക്യങ്ങൾ 23 അധ്യായം 12 വാക്യത്തിൽ നിൻ്റെ ഹൃദയം പ്രബോധനത്തിനും നിൻ്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്ക് സമർപ്പിക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം ഗോഡ്സ് വേർഡ് ട്രാൻസ്ലേഷനിൽ ലിവ് എ മോർ ഡിസിപ്ലിൻഡ് ലൈഫ് ആൻഡ് ലിസൺ കെയർഫുള്ളി ടു വേർഡ്സ് ഓഫ് നോളജ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിൻ്റെ ഹൃദയം പ്രബോധനത്തിനും നിൻ്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം അച്ചടക്കത്തോടെ യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കുകയും ശിഷ്യന്മാരുടെ ചെവിയും ശിഷ്യന്മാരുടെ നാവും യേശുവിൽ നിന്ന് പ്രാപിക്കുകയും ആ ചെവിയിൽ കൂടി കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുക എന്ന് സാരം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ പുറകോട്ട് വലിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. നമ്മെക്കാൾ മിടുക്കന്മാരും കഴിവുള്ളവരും അനേകർ ഈ പോർക്കളത്തിൽ തകർന്നു പോയിട്ടുണ്ട് എന്ന് നാം മറക്കരുത്. വാസ്തവമായി യേശുവിനെ പിൻപറ്റാത്ത, യേശുവിൻ്റെ വചനങ്ങൾ അഥവാ കൽപ്പനകൾ അനുസരിക്കാത്ത വ്യക്തികൾക്ക് മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാകുമെങ്കിലും ഒരു നിർമ്മല ഹൃദയത്തോടെ യേശുവിനെ പിൻപറ്റുവാൻ ശ്രമിക്കുന്നവർക്ക് അത് ആശ്വാസമാകും എന്നതിന് സംശയമില്ല. നാം ദൈവവചനം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ നാം ദൈവത്തിൻ്റെ നിക്ഷേപം ആകും എന്നാണ് മലാഖി പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. മലാഖി പ്രവചനം 3 അധ്യായം 16 വാക്യത്തിൻ്റെ അവസാന ഭാഗവും 17 വാക്യവുമാണ് നാം കേട്ടത്. നാം ആരും നമ്മുടെ നിക്ഷേപം വഴിയിൽ ഉപേക്ഷിക്കാറില്ല. മറ്റെന്തിനേക്കാളും നമ്മുടെ നിക്ഷേപത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നാം എല്ലാവരും. യേശുവിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും അത് അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികൾ ദൈവത്തിനൊരു നിക്ഷേപം ആകുന്നു എന്നാണ് നാം കേട്ടത്. അതുകൊണ്ടാണ് വചനം അനുസരിക്കുന്ന ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടപ്പോൾ കർത്താവ് അവനെ രക്ഷിക്കുവാൻ സിംഹക്കുഴിയിൽ ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ടാണ് വലിയ സ്വർണ്ണബിംബത്തിൻ്റെ മുൻപിൽ ബിംബത്തെ വണങ്ങാതിരുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ബാലന്മാരെ
7 ഇരട്ടി ശക്തി കൂടിയ അഗ്നികുണ്ഡത്തിലിട്ടപ്പോൾ ദൈവം അവിടെ ഇറങ്ങിച്ചെന്നത്. കർത്താവ് വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. വീണുപോയ ദൂതന്മാരെയും അനുസരണം കേട്ട ഇസ്രായേൽ മക്കളെയും പുരാതന ലോകത്തെയും ആദരിക്കാതിരുന്ന കർത്താവ് പറയുകയാണ്, എന്നെ ഭയപ്പെട്ട് എൻ്റെ നാമം സ്മരിക്കുകയും എൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവരെ ആദരിക്കും എന്ന്. വചനം അനുസരിച്ച് ജീവിക്കാതെ തങ്ങൾക്ക് ബോധിച്ച പ്രകാരം ജീവിച്ചവരായിരുന്നു നോഹയുടെ കാലത്തെ ജനങ്ങളും ലോത്തിൻ്റെ കാലത്തെ ജനങ്ങളും. അവർ പാപത്തെ സ്നേഹിച്ച് സുഖിച്ച് മതിച്ച് ജീവിച്ചു. എന്നാൽ ജലപ്രളയം വന്ന് നോഹയുടെ കാലത്തെ ജനങ്ങളെയും ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്യിച്ച് സൊദോം ഗൊമോറയെയും ദൈവം ന്യായം വിധിച്ചു. ദൈവകൽപ്പനയുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ ലോത്തിൻ്റെ ഭാര്യയുടെ കാര്യം മാത്രം എടുത്താൽ മതി. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുവാനാണ് ലോത്തിനോടും മക്കളോടും ഭാര്യയോടും പറഞ്ഞത്. പുറകോട്ട് നോക്കരുത് എന്നുകൂടി ദൂതന്മാർ പറഞ്ഞിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവൾ ഉടനെ ഉപ്പുതൂണായി തീർന്നു. ഇന്നും ആ ഉപ്പുതൂണ് അവിടെ തന്നെ ഉണ്ട്. ദൈവം ഒരു കാര്യം അരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അരുത് എന്ന് തന്നെയാണ്. തൻ്റെ വചനത്തിൽ, തൻ്റെ കൽപ്പനയിൽ മാറ്റം വരുത്തുവാൻ ദൈവം തയ്യാറാവുകയില്ല. എന്തിനേറെ തൻ്റെ സ്വന്തം പുത്രന് വേണ്ടി പോലും പിതാവ് തൻ്റെ വചനം മാറ്റിയില്ല. കാരണം എൻ്റെ ദാഹത്തിന് ചോർക്ക കുടിപ്പാൻ തന്നു എന്ന തിരുവെഴുത്ത് യേശുവിൽ നിവൃത്തി വരുവാൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പുളിച്ച വീഞ്ഞ് യേശുവിന് കൊടുത്തു. അത് കുടിച്ചിട്ടാണ് യേശു വിളിച്ചു പറഞ്ഞത് നിവൃത്തിയായി എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും അതിലേറെ പ്രത്യാശയും കർത്താവ് തരും. സാത്താൻ നമ്മോടടുക്കുമ്പോൾ നമ്മിൽ നിറയുന്നത് പകയും വിദ്വേഷവും നിരാശയും ആയിരിക്കും. എന്നാൽ യേശു നമ്മിൽ വരുമ്പോൾ സ്വർഗീയ സന്തോഷവും സമാധാനവും പ്രത്യാശയും സഹോദര സ്നേഹവും ആയിരിക്കും നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. തൻ്റെ പിന്നിട്ട വർഷങ്ങളെക്കുറിച്ചൊരു ഭക്തൻ എഴുതിയത് ഇപ്രകാരമായിരുന്നു: വളരെ വിനയത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും കൂടെയാണ് ഞാൻ 70-ാം പിറന്നാൾ പിന്നിടുന്നത്. സമുദ്രതീരത്തുള്ള എൻ്റെ മുറിയുടെ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എഴുതുന്നത് കഴിഞ്ഞ 60 വർഷമായി മറ്റാരെക്കാളും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിയെക്കുറിച്ചാണ്. 1903 ജനുവരി മാസം 3-ാം തീയതി എൻ്റെ 9-ാം വയസ്സിൽ എൻ്റെ ജീവിതത്തെ ഞാൻ അവനായി സമർപ്പിച്ചു. ശേഷം ജീവിതം അവനായി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം ചുവന്ന മഷിയിൽ എൻ്റെ പുതിയ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 1000 തവണ അവനെ വിട്ട് ഞാൻ പിന്നോട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ഹിതമറിയാതെ എൻ്റെ ജീവിതത്തിൽ സമാധാനമോ അവൻ്റെ കൂട്ടായ്മയില്ലാതെ സന്തോഷമോ അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. രൂപാന്തരം നൽകുന്നതും എപ്പോഴും ലഭ്യമാകുന്നതുമായ ആ സുഹൃത്ത് ബന്ധത്തെ കുറച്ച് കാണിക്കുന്ന ഒന്നും എഴുതുവാൻ എനിക്ക് ഇടയാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. രൂപാന്തരം നൽകുന്നതും എപ്പോഴും ലഭ്യമാകുന്നതുമായ സുഹൃത്ത് ബന്ധം കർത്താവായ യേശു ക്രിസ്തുവും ആയുള്ള ബന്ധമാണ്. ഇതെഴുതിയ ഭക്തനാണ് ഇംഗ്ലണ്ടിലെ വേദ പണ്ഡിതനും മനഃശാസ്ത്രജ്ഞനുമായ ലെസ്ലി വെതർഹെഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ശാശ്വത സമാധാനവും സന്തോഷവും ലഭിക്കുവാനും മരണാനന്തരം നിത്യജീവൻ പ്രാപിക്കുവാനുമായി കർത്താവിൻ്റെ വചന ശ്രദ്ധയോടെ നമുക്ക് പഠിക്കുകയും സൂക്ഷ്മതയോടെ നമുക്ക് അനുസരിക്കുകയും യേശുവുമായി ബന്ധം വിച്ഛേദിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്ത് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം, നിത്യജീവനെ അവകാശിയായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം ശുഷ്കാന്തിയോടെ പഠിക്കുവാനും ഹൃദയ സന്തോഷത്തോടെ അനുസരിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കടഭാരത്താൽ ബുദ്ധിമുട്ടുന്നവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.